ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ, മിക്ക ആൾക്കാരും 80 വയസ്സ് പിന്നിടുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ മരണത്തെ അഭിമുഖീകരിക്കുന്നു. അതായത് അവർ 90കളിലോ 100 വയസ്സിലോട്ടോ പോകണില്ല. ഈ 80 വയസ്സ് ആവുമ്പോൾ തന്നെ പെട്ടെന്ന് 80, 81, 82, 83 ഇങ്ങനെയുള്ള ആകുമ്പോഴത്തേക്ക് അവർ മരണപ്പെടും. ഇപ്പം ഈ പഠനങ്ങളിൽ നിന്നും പറയുന്നത് ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവർ ഈ 80 വയസ്സുകൾ ആവുമ്പോൾ മരിക്കാനുള്ള കാരണങ്ങൾ. അതിൽ ഒന്നാമത്തത് ഹെൽത്ത് ഇഷ്യൂസ്, പ്രധാനമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ ഏജിങ് ആവുന്നതോടൊപ്പം തന്നെ നമുക്ക് ചില അസുഖങ്ങളും നമ്മളെ പിടിപെടുന്നു. ഹാർട്ടിൻ്റെ പ്രോബ്ലം വരാം, നെർവസുകളൊക്കെ വീക്കായി വരും. ദെൻ ബാഡ് ഹാബിറ്റ്സ്, സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാം, ഡയബറ്റീസ്, ക്യാൻസർ. ഇത് ഈ 80 വയസ്സ് ഒക്കെ ആകുമ്പോൾ ഏറെക്കുറെ മിക്ക ആളുകൾക്കും ഇത്തരം അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്നെങ്കിലും അവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അസുഖങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അവരുടെ ബോഡി വളരെ വീക്കാവുകയും പ്രതിരോധം എന്നത് രോഗാണുക്കളെ ചെറുക്കാനുള്ള ആ ശേഷി ബോഡിക്ക് കുറയുകയും അത് കാരണത്താൽ ഈ രോഗകാരണങ്ങളായ അണുക്കൾക്ക് പെട്ടെന്ന് ബോഡിയെ അറ്റാക്ക് ചെയ്യാനും അത് ഇവരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ, ഈ 80 വയസ്സൊക്കെ കഴിയുന്ന ആൾക്കാർ അവർ മിക്ക ആൾക്കാരും ഡിപ്രസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ലോൺലി ആയിരിക്കും. അവർക്കൊക്കെ ഒറ്റപ്പെടും. ജീവിതത്തിൽ അവർ ഒറ്റപ്പെടാനുള്ള ഇതുണ്ട്. കാരണം ചെറുമക്കൾ ഇവരൊക്കെ ചിലപ്പോൾ അവരിൽ നിന്നൊക്കെ മാറിയൊക്കെ താമസിക്കും. ഇവർക്ക് ഒരു ഏകാന്ത ജീവിത ഒരു ഘട്ടത്തിലേക്ക് പോവുകയും അത് അവരെ ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ജീവിത ആസ്വാദനം കിട്ടുകയില്ല. അപ്പം ജീവിതം പൊതുവെ ഒരു മടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും അത് അവർക്ക് ഗ്രാജ്വലി മരണത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പലർക്കും ഈ ചിലർക്ക് ജീവിച്ച് മതിയാവാത്ത ആൾക്കാർ കാണും. അപ്പോൾ ഈ അവസ്ഥയിൽ ഈ നല്ലതുപോലെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നവർ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാവുമ്പോൾ അവർ ജീവിതം മടുക്കുകയും അത് ബോഡിയിൽ ഇങ്ങനെയുള്ള ഹാപ്പി ഹോർമോൺസ് അല്ല, നമ്മളെ ശരീരത്തിന് ഹാനികരമാവുന്ന ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖങ്ങൾ ബാധിക്കുകയും മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യും. അത് രണ്ടാമത്തെ പഠനങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ ഇത്തരം പ്രായമാകുമ്പോൾ ചിലർക്ക് അവരുടെ തൊഴിലുകൾ ചിലപ്പം വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ ചിലപ്പം നഷ്ടമാവാം. അപ്പം അവർക്ക് ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഡേ ടു ഡേ എക്സ്പെൻസസ്, അവരുടെ നിത്യ ജീവിതത്തിനുള്ള വരുമാനം അവർക്ക് പലരെയും ആശ്രയിക്കേണ്ടി വരികയും ചിലർ മരുന്നുകളൊക്കെ മേടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കാനുള്ള ഒരു താല്പര്യം കുറയും. അത് ഇവരെ മരണത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും. അതുകൊണ്ട് പെട്ടെന്ന് സാധാരണ ജപ്പാനിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ഒരു സ്ഥലമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാനിലെ ഒരു പ്രദേശം ഒക്കിനാവോ എന്ന് പറയുന്ന സ്ഥലത്ത് 100 വയസ്സുള്ള ആൾക്കാരും വളരെ സന്തോഷമാണ്. അവരുടെ ജീവിത രീതികളെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ചിട്ടയായിട്ടുള്ള ജീവിത രീതികളാണ്, നല്ല ആഹാരങ്ങൾ. അപ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. അവർ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക്
സാമ്പത്തികവുമില്ല, ആരോഗ്യവും ക്ഷയിക്കുന്ന ഒരവസ്ഥയിൽ ജീവിതത്തിൽ കുറച്ച് ഒരു മടുപ്പ് വരികയും അല്ലെങ്കിൽ ഇനി ജീവിക്കാനുള്ള ഒരു താല്പര്യക്കുറവ് വരികയും അത് അവരെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ മരണപ്പെടാനുള്ള ആ ഒരു കാരണമാണ്. സ്റ്റഡിയിൽ നാലാമത് പറയുന്ന കാരണം ലാക്ക് ഓഫ് കെയർ ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ ഇവർക്ക് ഈ ഒരു 80 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് കെയറിങ് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ആരും കാണില്ല. അവർക്ക് സപ്പോർട്ട്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമഘട്ടത്തിലെ സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും ഒരു ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ഏജാണ് ഈ 80+ കഴിയുമ്പോൾ. അപ്പോൾ അവർക്ക് ആരോഗ്യവുമില്ല, പിന്നെ മറ്റുള്ളവരുടെ കെയറുമില്ല. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ അവർക്ക് ജീവിതത്തിൽ ജീവിക്കുന്നതിനുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ജീവിത ആസ്വാദനം അവർക്ക് കിട്ടുകയില്ല. അത് അവരെ ഗ്രാജുവലി മരണത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഈ 80 വയസ്സ് ആകുമ്പോൾ ഇവരുടെ സ്റ്റഡികൾ ഈ 4 മെയിൻ റീസൺസാണ് പറയുന്നത്. ഇവർ 80 വയസ്സ് അല്ലെങ്കിൽ ഇവർ മറ്റ് രീതിയിലുള്ള അവർക്ക് സംരക്ഷണവും റെസ്പെക്റ്റും എല്ലാം കിട്ടുകയാണെങ്കിൽ അവർ വീണ്ടും 10-20 വർഷങ്ങൾ കൂടെ ജീവിച്ചിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചുരുക്കത്തിൽ നമ്മൾ ഇവർക്ക് വേണ്ടതെന്നുള്ളത് മാനസികമായിട്ടുള്ള സമാധാനവും സാമ്പത്തിക സ്ഥിരതയും സൊസൈറ്റിയുടെ ഒരു പിന്തുണയും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും നിലനിർത്തിയാൽ ഇത്തരം ഈ 80 വയസ്സ് പിന്നിടുന്നവർക്ക് അവർ മെൻ്റലി അവർ ബൂസ്റ്റപ്പ് ആവുകയും അവരുടെ ജീവിത ദൈർഘ്യം കൂട്ടാനും അത് കാരണമാവുന്നു. അപ്പം പഠനങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്. അതായത് ഈ 4 കാരണങ്ങളാണ് ഇവർ 80 വയസ്സ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ മരണത്തെ എന്നോട് അടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പരിചരണങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ് സ്പാൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇപ്പം ഇതിലെ കണ്ടൻറ്റ്, ഇതിൻ്റെ വാല്യൂസ് എല്ലാവരും മനസ്സിലാക്കുകയും വീടുകളിൽ ഇതുപോലെയുള്ള പ്രായമുള്ള അമ്മ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ മാനസികമായിട്ടും മറ്റെല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുത്താലും അവർ കുറച്ച് നാൾ കൂടി നമ്മളോടൊപ്പം ജീവിക്കാനുള്ള സാധ്യതകളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു.